ഹായ് ഫ്രണ്ട്സ്, ഐ എം റഷീദ് അലി, ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ്. ഇന്ന് നമ്മുടെ കൂടെ അതിഥികളായിട്ടുള്ളത് രണ്ട് ഫ്യൂച്ചർ ഡോക്ടേഴ്സാണ്. ഒന്ന് ഹാജറ, മറ്റൊന്ന് റുഫൈദ. രണ്ടുപേരും അവരുടെ ആഗ്രഹപ്രകാരം തന്നെ MBBS പഠനത്തിന് വേണ്ടി ബൾഗേറിയയില്, ഈ ഷെങ്കൻ കൺട്രിയായ ബൾഗേറിയയില് പ്ലെവൻ എന്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടി വിസക്ക് സബ്മിറ്റ് ചെയ്ത് പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി, വിസ സ്റ്റാമ്പ് ചെയ്ത് പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി എജുസോണ്ട് ഓഫീസിൽ വന്നതാണ്. നമുക്ക് അവരുടെ അടുത്ത്, അതുപോലെ തന്നെ അവരുടെ പാരൻസും ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ, പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി എജുസോണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ ഫീഡ്ബാക്ക് നമുക്ക് അവരിൽ നിന്ന് തന്നെ കേൾക്കാം. ആദ്യം എനിക്ക് പുറത്തു പോകുന്നതിൽ പല പേടികളുണ്ടായിരുന്നു. പക്ഷെ എജുസോണിനെ കൺസൾട്ട് ചെയ്തതെന്ന് വെച്ചാൽ അവരതിനനുസരിച്ചിട്ടുള്ള എല്ലാ സ്റ്റെപ്പും ഈസി ആയിട്ട്, ഇപ്പോൾ വിസ ആണെങ്കിലും കോളേജിൻ്റെ ഇത് ബൾഗേറിയ ചൂസ് ചെയ്യാനും യൂണിവേഴ്സിറ്റി എക്സാം ആണെങ്കിലും വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു. ഇപ്പോൾ ഹാപ്പിയാണ് ഈ പ്രോസസ്സിലൂടെ. ആക്ച്വലി ഹാജറ പുറത്തേക്ക് പോകാൻ തീരുമാനിക്കാൻ കാരണം എന്താ? കാരണം MBBS ഇപ്പോൾ നാട്ടിലുണ്ട്, അതുപോലെ മറ്റുള്ള കൺട്രികളുണ്ട്. ഇങ്ങനെ ബൾഗേറിയ ചൂസ് ചെയ്യാൻ കാരണം? ബൾഗേറിയ ചൂസ് ചെയ്യാൻ കാരണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നാട്ടിലേക്ക് വരാണെങ്കിൽ നാട്ടിലേക്കും വരാം, അവിടെ തന്നെ സെറ്റിൽ ആണെങ്കിൽ അവിടെയും സെറ്റിൽ ആവാം. യൂറോപ്പിൽ ഇപ്പം വേറെ ഷെങ്കൻ കൺട്രീസിലും ആണെങ്കിൽ നമുക്ക് പോവാം, പേജ് ചെയ്യാം. പല ഓപ്ഷൻസ് ഉണ്ട്. UK, ജർമ്മനി. അപ്പൊ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പുറത്തുള്ള വേറെ കാര്യം എന്താ വെച്ചാൽ, പുറത്ത് MBBS എടുക്കുകയാണെങ്കിൽ പഴയ പോലെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് NMCയുടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് മെയിനായിട്ട് അതായിരുന്നു. NMC ഗൈഡ് ലൈൻസ് വേറെ, ബൾഗേറിയ ആണെങ്കിൽ അത് പേടിക്കാനില്ല. പിന്നെ മെയിനായിട്ട് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള കണ്ടീഷനിലാണ് ഇത് ബൾഗേറിയ ചൂസ് ചെയ്യാനുള്ള കാരണം. നീ അറ്റ് പ്രസന്റ് ഇതുവരെയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ എജുസോണിന്റെ സർവീസിൽ ഹാപ്പിയാണ്? നമ്മുടെ കൂടെ ഉള്ളത് ഹാജറയുടെ ഫാദർ സെയ്ദ് സാർ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ റുഫൈദയുടെ ഫാദർ നമ്മുടെ കൂടെ ഉണ്ട്, താഹദ. അപ്പൊ തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കാരണം എജുസോണിനെ സംബന്ധിച്ച് നിങ്ങൾ ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ ഒരുപാട് ഏജൻസിമാരെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബ സുഹൃത്തിനെ ഏത് സമയത്ത് വിളിച്ചാലും ഒരു മണിയിലാണ് എല്ലാം തൃപ്തിപ്പെടുന്ന രൂപത്തിൽ വളരെ ലളിതമായിട്ട് നല്ല നിലക്ക് പ്രത്യേകിച്ച് നമ്മളൊരു ബന്ധപ്പെട്ട ഒരാൾക്ക് പെരുമാറുകയും എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഈ പൊതുവെ നമ്മുടെ മക്കൾക്കെല്ലാം ഇവിടെ പോയിട്ട് താമസിക്കാനും പഠിക്കാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും പേടിയൊന്നുമില്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ വളരെയധികം സന്തോഷം. പിന്നെ ഏത് രാത്രിയിലോ ഏത് സമയത്തോ ഫോൺ വിളിച്ചാലും പിന്നെ ഒരു മടി കൂടാതെ ആൻസർ ചെയ്യും. അതിൽ വലിയ ചില ആളുകളൊക്കെ ഫോൺ വിളിച്ചാലൊന്നും എടുക്കൂല, പിന്നെ ഒരു ദിവസം കഴിഞ്ഞാലും എടുക്കാത്ത പേരുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്നല്ലെങ്കിൽ ബിസി ആണെങ്കിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വിളിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്തു പറയാൻ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സെയ്ദ് പറഞ്ഞ പോലെ തന്നെ അതിനോട് 100% യോജിക്കുന്നു. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ട് പറയാമെങ്കിലും സോണിൽ പോയ ചില കുട്ടികളെയും രക്ഷിതാക്കളെയൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവർക്കും ഇതിനെ കുറിച്ചൊക്കെ വളരെ നല്ല അഭിപ്രായമാണ്. ഒരു പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ല. വീണ്ടും അവരുടെ എയർ ഓഫിൽ ബന്ധപ്പെട്ട ആളുകൾ വീണ്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും എൻ്റെ ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ, ഇനിയും ആരെങ്കിലും പഠിക്കാൻ വേണ്ടി പുറത്തു പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെടുക. പിന്നെ നല്ല തരത്തിലുള്ള സർവീസ് ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് വളരെ നന്ദി. ഇനിയും
കാരണം ഇവരിപ്പോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ അവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം പ്രോഗ്രാം കഴിഞ്ഞ് MBBS എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു MBBS ശേഷം PG ചെയ്യാനുണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഇപ്പോഴേ സെറ്റ് ചെയ്യാം ഏതിലായിരിക്കണം എന്റെ PG. MBBS കഴിഞ്ഞിട്ട് ആലോചിക്കാന്നല്ല, MBBS എന്നോട് തന്നെ എനിക്ക് ഏത് സ്ട്രീമിലാണ് PG എടുക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ സെറ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ മാക്സിമം എഫേർട്ട് ഇടുക, ഇട്ടിട്ട് മാക്സിമം പഠിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഫുൾഫിൽ ചെയ്ത് പാരന്റ്സിന് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രീതിയിൽ തിരിച്ചു വരാൻ നാഥൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.